ഒരു വ്യാഴവട്ടം കൊണ്ട് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അതുല്യമായ മുന്നേറ്റങ്ങളിലൂടെ മഅദീനിനെ ഇന്ത്യക്കകത്തും പുറത്തും എത്തിച്ച് ജീവിതത്തെ മഅദീനിനു വേണ്ടി ഒഴിഞ്ഞുവച്ച മഹാനായ മഅദീൻ ചെയർമാൻ ഉസ്താദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ടെക്നോറിയം ശിലാസ്ഥാപന ചടങ്ങിലെ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. ആദരവോടുകൂടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വസദ്ദഖ ബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന അശ്ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മത സാമൂഹിക സാംസ്കാരിക നായകർ, മഅദീൻ സാരഥികൾ, പ്രവർത്തകർ, വിശിഷ്യ യോഗാധ്യക്ഷർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിമാരിൽ പ്രമുഖരും SYSന്റെ സംസ്ഥാന പ്രസിഡന്റുമായ പൊന്മുള ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസുലഭ നിമിഷങ്ങളിൽ അതിമുഹൂർത്തമാണിത്. അബുനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ലോകാവസാനം വരെയുള്ള അനന്തകോടി മുസ്ലിമീങ്ങളുടെ പുണ്യസ്ഥലമായ പരിശുദ്ധമായ കഅബ, അത് ഓരോ ദിവസവും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ തവാഫ് ചെയ്യുന്നു. നമുക്കെല്ലാം ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നാൽ ആ പരിശുദ്ധമായ കഅബയുടെ ഉള്ളിൽ കയറി 4 ഭാഗത്തേക്കും അങ്ങുമിങ്ങും തിരിഞ്ഞു നിസ്കരിച്ച, കഅബയുടെ 4 ഭാഗത്തും ഉള്ളിലെല്ലാ ഭാഗങ്ങളിലും നിസ്കരിച്ച ഇന്ത്യയിലേക മുസ്ലിം, ഒരേ ഒരു മുസ്ലിം, അതൊരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ഇന്ത്യൻ ജനതയുടെ അഭിമാനം പ്രിയപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് അവറുകൾ മാത്രമാണ്. മറ്റാർക്കും ഇന്ത്യയിൽ ഈ ബഹുമതി ലഭിച്ചിട്ടില്ല. നമ്മുടെ മഹത്തായ രാജ്യം ലോകത്തെ 194 രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അതിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. അതിൽ ഏറ്റവും ചെറിയ സ്റ്റേറ്റുകളിലൊന്നായ കൊച്ചു കേരളം 999 പഞ്ചായത്തുകളും 60 മുനിസിപ്പാലിറ്റികളും 5 കോർപ്പറേഷനുകളും, ഓരോ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ സുശക്തമാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് സിസ്റ്റം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് കോർട്ട്, അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, അഡീഷണൽ സബ് കോർട്ട്, മുൻസിഫ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, ഫാമിലി കോർട്ട്, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്, ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും 50ഉം അതിലേറെയും കോർട്ടുകൾ ഇവിടെ സുശക്തമാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 120 കോടി ജനങ്ങളിലേറെ ഓരോ 600 ആളുകൾക്കും
ഓരോ പോലീസ്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സിസ്റ്റം, ഫോർത്ത് എസ്റ്റേറ്റ്, ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും സുശക്തമായ ജേർണലിസം, ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൻ്റെ പകുതിയിലേറെയും ചെലവഴിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിദ്യാഭ്യാസ സംവിധാനം. പക്ഷേ ഇതെല്ലാം എന്തിനോ? മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ കുടുംബം, മനുഷ്യൻ്റെ സ്വത്ത്, ഈ നാലും സംരക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ ലെജിസ്ലേറ്റീവിൻ്റെയും ഇവിടുത്തെ ജുഡീഷ്യറിയുടെയും ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെയും ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഇവിടുത്തെ ജേർണലിസ്റ്റുകളുടെയും പ്രഥമവും പ്രധാനവുമായ ദൗത്യമെങ്കിൽ 1991 മുമ്പ്, 21 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസമില്ലാത്ത അനേകം ലക്ഷങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് സാക്ഷരത പ്രഖ്യാപിക്കലോടുകൂടെ ഇന്ന് അക്ഷര കേരളമാണ്, സുന്ദര കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പക്ഷേ ഇന്നിൻ്റെ കേരളം എല്ലാ വസ്തുവിനും വില വർദ്ധിക്കുന്നു, മനുഷ്യൻ്റെ ജീവൻ്റെ വില മാത്രം ഇടിയുന്നു, മനുഷ്യൻ്റെ ബുദ്ധി മരവിക്കുന്നു. ടീനേജർമാരിൽ ബഹുഭൂരിഭാഗവും മദ്യത്തിന് അടിമപ്പെടുന്നു. കുടുംബമെന്നത് കേൾക്കുമ്പോൾ മനോഹര പദം, കൂടുമ്പോൾ ഇമ്പം, പക്ഷേ കൂടുമ്പോൾ ഭൂകമ്പം. ഫാമിലി, ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, ഉപ്പ ഉമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്തൊരു പദം. പക്ഷേ ഇന്നത്തെ ഫാദർ ഡിസ്പോസബിൾ ഫാദർ, ഇന്നത്തെ മദർ ഡിസ്പോസബിൾ മദർ. ഇങ്ങനെ ഫാമിലി തകിടം മറിഞ്ഞു, ബുദ്ധി നശിപ്പിക്കുന്നു, ജീവന് വിലയില്ലാതെയായി, സ്വത്ത് അപഹരിക്കപ്പെടുന്ന പ്രശ്നമല്ലാതെയായി. ഇവിടെയാണ് ലെജിസ്ലേറ്റീവുകളും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാത്രം ശ്രമിച്ചാൽ വിജയിക്കുകയില്ല. നമ്മുടെ ബഹുമാന്യനായ ചീഫ് ഗസ്റ്റ് പത്മശ്രീ എം.എ. യൂസുഫ് അലി സാഹബ് പോലുള്ളവരുടെ സാന്നിധ്യവും നേതൃത്വവും നമുക്ക് സുശക്തമാകുന്നു. എം.എ. യൂസുഫ് അലി സാഹബ് എന്നോട് പറഞ്ഞു, ഈ മഹത്തായ സംരംഭത്തിലേക്ക്, സ്ഥാപനത്തിലേക്ക് 50 ലക്ഷം രൂപ നൽകാമെന്ന്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പക്ഷേ ഈ 50 ലക്ഷത്തേക്കാളേറെ എനിക്ക് വിലമതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് ചെന്ന ഒരു കാൻഡിഡേറ്റ് എന്നോട് പറഞ്ഞ വാക്കാണ്. എം.എ. യൂസുഫ് അലി സാഹിബിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുണ്ട്. അവിടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ കമ്പനികൾ ഇവിടെയുണ്ട്, ഇഷ്ടം പോലെ പണക്കാരുണ്ട്, ഇഷ്ടം പോലെ പത്മശ്രീ ഹോൾഡേഴ്സ് ഉണ്ട്, പത്മഭൂഷൺ ഹോൾഡേഴ്സ് ഉണ്ട്, റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, 1000 അവാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇന്ന് യൂസുഫ് അലി സാഹിബ് വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ സ്വിസ്, അവിടുത്തെ ഗവൺമെന്റിന്റെ സ്വിസ് അവാർഡ് സ്വീകരിച്ചുകൊണ്ടാണ്. സ്വന്തം ഫ്ലൈറ്റിലാണ് ഇവിടെ വന്നിറങ്ങിയത്. ഇവിടുന്ന് പോകുന്നത് കുവൈത്തിലെ പ്രസിഡന്റിന്റെ ഗസ്റ്റായിട്ടാണ്. കഴിഞ്ഞ മാർച്ച് 1 മലേഷ്യയിൽ ഇന്റർനാഷണൽ ഇന്റർഫൈറ്റ് ഹാർമണി ആൻഡ് ടോളറൻസിന്റെ അവാർഡ് ബോർഡിൽ സ്വീകരിക്കുന്നതിന് എം.എ. യൂസുഫ് അലി സാഹബ് അവർ എത്തിയപ്പോൾ മാഷാ അല്ലാഹ് വല്ലാതെ അഭിമാനിച്ചു. എന്തൊരു അഭിമാനം. ലോകത്ത് ഫൈനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം വന്ന് ലോകം മുഴുവനും സാമ്പത്തിക നില തെറ്റിയപ്പോൾ അത് പിടിച്ചു നിർത്തിയ വേൾഡ് എക്കണോമിസ്റ്റായ ഫാദർ ഓഫ് ന്യൂ മലേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ദാത്തു മഹാദീർ മുഹമ്മദ് എം.എ. യൂസുഫ് അലി സാഹബ് അവറുകളെ കാണാൻ യൂസുഫ് അലി സാഹബ് അവറുകളുടെ ലോഡ്ജിലേക്ക് വരികയാണ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എം.എ. യൂസുഫ് അലി സാഹബ് അവറുകൾ അപ്പോയിൻമെന്റ് വാങ്ങുക. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മുഹിയുദ്ദീൻ യാസീൻ
കാണാത്തിൽ സങ്കടം പ്രകടിപ്പിച്ച് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടു. അടുത്ത 8-ാം തീയതി യൂസഫ് അലി സാഹിബിൻ്റെ കൂടെ എനിക്ക് ഡിന്നർ വേണമെന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ കുറേ യൂസഫ് അലി സാഹിബ് അവர்கள் എനിക്ക് പറയാനുണ്ട്. ഇതിലെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് യൂസഫ് അലി സാഹിബ് അവരുടെ ആ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ഇന്ന് 27,000 തൊഴിലാളികൾ കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ റാസൽ ഖൈമയിൽ ഉദ്ഘാടനം ചെയ്ത ലുലു ഹൈപ്പർ മാർക്കറ്റ് സെഞ്ചുറി കഴിഞ്ഞു. 27,000 തൊഴിലാളികളെ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് കൊടുത്താൽ ടെൻഷനുകൾ ബാധ്യതയില്ലാതെ എല്ലാം കമ്പനി നിർവഹിച്ചുകൊള്ളും. പക്ഷേ അങ്ങനെയല്ല യൂസഫ് അലി സാഹിബ് അവർ ചെയ്യുന്നത്. മറിച്ച് ഏത് തിരക്കിനിടയിലും ഏതെങ്കിലും ഒരു ലോകത്തിന് ഏറ്റവും തിരക്കുള്ള മഹൽ വ്യക്തിത്വം പക്ഷേ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിക്കും വിട്ടുകൊടുക്കാതെ നേരിട്ട് ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഇന്റർവ്യൂവിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് ചോദിക്കുന്നില്ല. നീ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജൂതനാണോ എന്ന വേർതിരിവ് അവിടെയില്ല, വേദനം അവിടെയില്ല. ഈ കൈപ്പത്തിയിലെ 5 കൈവിരലുകളെപ്പോലെ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ അവിടെ നിന്ന് ആദരിക്കുന്നു. ജാതി മതഭേദമന്യേ സർവരെയും സ്നേഹിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് അന്വേഷിക്കുന്ന ഒന്നേ ഒന്ന് മാത്രമാണ്, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിനക്കെന്താണ് താല്പര്യം. അങ്ങനെ സെലക്ട് ചെയ്താൽ യൂസഫ് അലി സാഹിബ് അവറുകൾ അവർക്ക് നല്ലൊരു ഉപദേശമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ തൊഴിലാളികളാരും എൻ്റെ ആശ്രിതരാരും എൻ്റെ സഹോദരങ്ങളാരും മദ്യം രുചിക്കരുത്. അവർ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല. കുടുംബം എന്നെന്നും കുടുംബവുമായി കോണ്ടാക്ട് വേണം. ഡീറ്റെയിൽസ് എന്നും എൻ്റെ മുമ്പിലുണ്ടാകും. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങളത് നഷ്ടപ്പെടുത്തരുത്. അത് കിട്ടിയാൽ ഉടനെ കുടുംബത്തിലേക്ക് അയക്കണം. മുസ്ലിമീങ്ങൾ 5 വക്തുകളിൽ അവരുടെ മാർക്കറ്റുകളിൽ കൃത്യമായി നിസ്കരിക്കണം. ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകണം. ജൂതന്മാർ അവരുടെ ദേവാലയങ്ങളിൽ പോകണം. ജീവൻ അപഹരിക്കുന്ന ഒന്ന്, ബുദ്ധി അപഹരിക്കുന്ന, ബുദ്ധി മരവിക്കുന്ന ഒന്ന്, കുടുംബം തകർക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ സാമ്പത്തികമായി തളരുന്ന ഒന്ന് നിങ്ങളിൽ പാടില്ല. എം.എ. യൂസഫ് അലി സാഹിബ് അവരുടെ 27,000 തൊഴിലാളികളിൽ ഇന്ന് സാധാരണ നമുക്കൊരു ഭാര്യ, 2-3 മക്കൾ, ഉമ്മ ഉപ്പ, ഏകദേശം 10 പേർ ആശ്രിതരുണ്ടെങ്കിൽ ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം 20, 25, 30 ആശ്രിതരുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. 27,000 തൊഴിലാളികളിൽ 1-ന് 20 വീതം കൂട്ടുമ്പോൾ 5,40,000. ഒരു സെഞ്ചുറി കൂടി ഡബിൾ സെഞ്ചുറി അല്ലെങ്കിൽ ട്രിപ്പിൾ സെഞ്ചുറിയിൽ മാർക്കറ്റ് എത്തുമ്പോൾ 20, 30, 40, 50 ലക്ഷം ആളുകൾ ഇവിടെ എല്ലാവിധ ധാർമ്മികതകളിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും, അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നും, മോശം ചിന്തകളിൽ നിന്നും, ഭീകരവാദത്തിൽ നിന്നും, തീവ്രവാദത്തിൽ നിന്നും എല്ലാ മോശം ചെയ്തികളിൽ നിന്നും മാറ്റി നിർത്തുന്നതിൽ എം.എ. യൂസഫ് അലി സാഹിബ് അവർ ചെയ്യുന്ന സേവനം സത്യത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത സേവനമാണ്. എം.എ. യൂസഫ് അലി സാഹിബ് അവർ തൊട്ടതൊന്നും വാടിയിട്ടില്ല. ഈ സ്ഥാപനത്തിലേക്ക് 10 വർഷമായി എം.എ. യൂസഫ് അലി സാഹിബ് അവർ നിരന്തരം ക്ഷണിക്കുന്നു. പക്ഷേ 1000 ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് വളരെ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിൽ സ്വന്തം പ്ലേറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്ന് നേരെ പോകുമ്പോൾ ഞങ്ങൾക്ക് നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഞങ്ങൾ ഈ മഹത്തായ സംരംഭത്തിൽ ടെക്നോറിയം, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടെക്നിക്കൽ
എഡ്യൂക്കേഷൻ ഏതൊരു സമൂഹത്തെയും സാങ്കേതിക വിദ്യകളിലൂടെയാണ് സമൂഹത്തെ വളർത്തേണ്ടത്. പ്രവാചകരുടെ ചരിത്രങ്ങളെല്ലാം നോക്കിയാൽ ഓരോ പ്രവാചകരും അതാത് സമൂഹത്തിൽ അവർക്കനിവാര്യമായ മേഖലയിലായിരുന്നല്ലോ. ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്നിൻ്റെ ഏറ്റവും അനിവാര്യത ടെക്നിക്കൽ ഫീൽഡിലാണ്. ലോകത്ത് ഏറ്റവും ഉയർന്ന 400 ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നാണ് പുതിയ സർവേ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ ഒന്നുപോലും ഇന്ത്യയിലെ ഉയർന്ന സ്ഥാപനം ഇല്ല എന്ന ദുഃഖസത്യം. ഇവിടെയാണ് ധാരാളം ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് ലോകമെന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് എന്നാണ് പറയുക. ഒരു കുഗ്രാമമായി മാറി, ഗ്ലോബൽ കൈക്കുമ്പിളായി മാറി. ഇന്നിൻ്റെ മക്കൾ കേരള ജനതയോടല്ല മത്സരിക്കേണ്ടത്, ഇന്ത്യൻ ജനതയോടല്ല മത്സരിക്കേണ്ടത്. മറിച്ച് ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ലോക വികസിത രാജ്യങ്ങളുടെ മക്കളോട്, സന്തതികളോടാണ് മത്സരിക്കേണ്ടത്. ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാകുന്നില്ല, ഉയർന്ന നിലവാരമുള്ള ഹൈ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ആ പര്യാപ്തത നികത്തുക എന്നതാണ് MA യൂസുഫ് അലി സാഹബ് അവറുകൾ അവർ അനുഗ്രഹീത കരങ്ങളെ കൊണ്ട് നിങ്ങൾ സാക്ഷികളാകാൻ പോകുന്ന ആ മഹത്തായ ടെക്നോറിയം ശിലാസ്ഥാപന കർമ്മം. ഇന്നിൻ്റെ ഇതുപോലുള്ള ധർമ്മസ്ഥാപനങ്ങളിൽ പ്രസക്തി വളരെ വളരെ വർദ്ധിച്ചു വരികയാണ്. ആദ്യകാലങ്ങളിൽ IQ ടെസ്റ്റ്, EQ ടെസ്റ്റ്. എന്നാൽ ഇന്ന് ലോകത്തെ വൻകിട കമ്പനികൾ SQ ടെസ്റ്റ് കൂടി തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും EQയും IQയുമായിരുന്നുവെങ്കിൽ ഇന്ന് SQ, സ്പിരിച്വൽ ക്വസ്റ്റന്റ്, മനുഷ്യന്റെ ആത്മീയ കഴിവുകൾ പരിപോഷിപ്പിക്കുക. ലോകത്തെ നെട്ടിപ്പിക്കുന്ന അഴിമതികളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഉണർത്തിയ അനിഷ്ട സംഭവങ്ങൾക്ക് പരിഹാരം ആത്മീയതയല്ലാതെ, ആത്മീയതയിലൂന്നിയ വിദ്യാഭ്യാസമല്ലാതെ രക്ഷയില്ല എന്ന് ഇന്നത്തെ വലിയ വലിയ കമ്പനികൾ തിരിച്ചറിയുമ്പോൾ ആത്മീയ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വളരെ വളരെ വർദ്ധിച്ചു വരികയാണ്. ഈ മഹത്തായ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിനാണ് പ്രിയപ്പെട്ട MA യൂസുഫ് അലി സാഹബ് അവറുകൾ. അവർ തൊട്ടത് വാടുകയില്ല. എന്തുകൊണ്ട്? അവരുടെ പാരമ്പര്യം അതാണ്. അവരുടെ ഉപ്പ അബ്ദുൽ ഖാദർ ഹാജി, ഖബറം പ്രകാശപൂരിതമാക്കണേ അല്ലാ. അവരുടെ വലിയുപ്പ കാഞ്ചി കുഞ്ഞു മുഹമ്മദ് ഹാജി. ആ കുടുംബത്തറയപ്പെടുന്ന കാഞ്ചെന്ന പേരിലാണ്. കാഞ്ചെന്ന് പറയുന്നത് പൂർവീക കാലത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് അവിടുത്തെ വലിയുപ്പക്ക് ഭക്ഷണം കൊടുക്കൽ വലിയ ഇഷ്ടമായിരുന്നു. ആ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഒരു കഴഞ്ചു പോലും കുറയുകയില്ല. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾ ഭക്ഷണം വിളമ്പിയാൽ നമുക്കത് കഴിയില്ല. അങ്ങനെയുള്ള ഉയർന്ന പാരമ്പര്യം, സാധുക്കളോട് അതിരറ്റ സ്നേഹം, ജനാധിപത്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളോടും ആത്മാർത്ഥമായ സ്നേഹം ബഹുവന്യരായ MA യൂസുഫ് അലി സാഹബ് അവറുകൾക്ക് വളരെ തിരക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്ത മഞ്ഞളാംകുഴി അലി സാഹബ് അവറുകൾ നിങ്ങളോട് പറഞ്ഞില്ലേ, 20 കൊല്ലമായി ഞാൻ ഇവിടെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത മന്ത്രി അവറുകൾ അതുപോലെ കഴിഞ്ഞ പ്രാസംഗികന്മാരെല്ലാം ഉണർത്തിയതുകൊണ്ട് ഈ ടെക്നോറിയത്തിന് ഇന്ന് 110 ഏക്കറുകളിൽ 25 ഏക്കർ സ്ഥലം അതിനായി നീക്കിവെച്ച് ആ മഹത്തായ കർമ്മത്തിന് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ബഹുനിരായ MA യൂസുഫ് അലി സാഹബ് അവറുകളെ ക്ഷണിക്കുകയാണ്. ഉപ്പായുടെ, വലിയുപ്പായുടെ, ഉമ്മായുടെ, വലിയുമ്മായുടെ എല്ലാ ഖബറും നീ സ്വർഗമാക്കണേ.